എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഈ സോഷ്യൽ മീഡിയ എങ്ങനെ യൂസ് ചെയ്യാം, എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം, എങ്ങനെയൊക്കെ വൃത്തികേടായിട്ട് യൂസ് ചെയ്യാം, ഇതേക്കുറിച്ച് സംസാരിക്കാനാണ്. ശരിക്കും പറഞ്ഞാൽ ഫേസ്ബുക്ക് തുറക്കാൻ വയ്യ. ഫേസ്ബുക്കിൽ പല പോസ്റ്റുകളുടെയും പല വീഡിയോകളുടെയൊക്കെ കമൻറ്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ ഫേസ്ബുക്ക് അവൻ്റെയൊക്കെ വീട്ടുകാരുടെ വകയാണെന്ന് പറയേണ്ടി വരും. ഇവിടെ ഇപ്പോൾ രണ്ട് വിഷയങ്ങളുണ്ട്. ഇപ്പോൾ കമൻ്റ് ഇടുന്നത് ഓക്കെ, തിരിച്ച് കമൻറ്റിലൂടെ മറുപടി പറയാം. പക്ഷേ ഒരാളുടെ ഫോൺ നമ്പർ എടുത്തിട്ട് അവർ പ്രൊമോഷന് വേണ്ടിയും കൊളാബിന് വേണ്ടിയൊക്കെ വയ്ക്കുന്ന ഫോൺ നമ്പർ ആയിരിക്കും. അതിനെ എടുത്തിട്ട് അതിൻ്റെ വാട്സാപ്പിൽ കയറിയിട്ട് പച്ച തെറി വിളിക്കുക. ഇങ്ങനെയുള്ളവന്മാരെയൊക്കെ എന്താ ചെയ്യേണ്ടത്? സൈക്കോകൾ തന്നെയാണ് അല്ലേ? അപ്പോൾ അങ്ങനെ രണ്ട് സൈക്കോകളെ കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. ഒരു സൈക്കോ കമൻറ്റിലൂടെയാണ് റിയാക്ട് ചെയ്തതെങ്കിൽ ഒരു സൈക്കോ റിയാക്ട് ചെയ്തേക്കുന്നത് വാട്സാപ്പിൽ തെറി വിളിച്ചുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണ് ഈ തെറിയൊക്കെ കേൾപ്പിക്കുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മളങ്ങനെ തെറി കേൾപ്പിക്കാറില്ല, ബീപ്പിട്ട് പോകാറില്ല. പക്ഷേ ഇത് ബീപ്പിടാൻ സമയമില്ലെന്നേ, ബീപ്പിടാനുള്ള ഗ്യാപ്പില്ല, കാരണം കണ്ടിന്യൂസ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കിതൊരു കാര്യം ചെയ്യാം. ഫസ്റ്റ് ആ കമൻറ്റ് വായിക്കാം. ഈ കമൻറ്റ് വന്നേക്കുന്നത് ലക്ഷ്മി മേനോൻ, നമ്മുടെ മിഥുൻ ചേട്ടൻ്റെ ആങ്കറും ആക്ടറൊക്കെ ആയിട്ടുള്ള മിഥുൻ ചേട്ടൻ്റെ വൈഫിൻ്റെ ഒരു പോസ്റ്റിന് താഴെ വന്ന കമൻറ്റാണ്. നിൻ്റെ മോള് പന്നിയുടെ കൂടെ ഇറങ്ങിപ്പോകുമ്പോൾ മോൾ ഇതേപ്പറ്റി ആലോചിച്ചാൽ മതി. ഇതാണ് കമൻറ്റ്. ലക്ഷ്മി ചേച്ചി അതിന് കണക്കിന് മറുപടി കൊടുത്തിട്ടുണ്ട്. സോറി, നിൻ്റെ പന്നിയുടെ കൂടെ പോയ പോലെ എൻ്റെ മോൾ പോവില്ല. ഇനി അവൾ ഒരു ഹിന്ദു, ക്രിസ്ത്യൻ ഓർ മുസ്ലിമിൻ്റെ കൂടെയാണെങ്കിൽ ഞാൻ ആഘോഷിച്ച് കല്യാണം നടത്തും. നീ എന്ന പന്നിയുടെ കുഞ്ഞിനെയും വിളിക്കാം, വന്ന് തിന്നിട്ട് പോകണം. നിങ്ങൾ മൃഗങ്ങളുമായി അങ്ങനെ എങ്ങനെയാ പറയുക? ഇല്ല, ചെയ്യില്ല. നിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഈ കമൻറ്റ് അവൻ അർഹിച്ചതാണ്. ഒരു കാര്യമില്ല, ഇവർ അങ്ങോട്ട് പോയിട്ട് പ്രൊവോക്ക് ചെയ്തിട്ടല്ല ഈ കമൻറ്റ് ഇടുന്നത്. അവരുടെ ഒരു പോസ്റ്റിന് താഴെ വന്നിട്ട് അവരുടെ മോള് പന്നിയുടെ കൂടെ ഇറങ്ങി പോകുമ്പോൾ ഇതേപ്പറ്റി ആലോചിച്ചാൽ മതി എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അത് അവരെയും പറയുന്നു, അവരുടെ മോളെയും പറയുന്നു. അവർക്ക് കേട്ടുകൊണ്ടിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് അവർ അതേ നാണയത്തിൽ തിരിച്ചു മറുപടി പറഞ്ഞു. ഇങ്ങനെ തന്നെയാണ് മറുപടി കൊടുക്കേണ്ടത് ഇത്തരം കേസുകൾക്ക്. ഇനി അടുത്തൊരു വിഷയം എന്ന് പറയുന്നത് ഇച്ചായനും ഇച്ചായത്തിയും. നിങ്ങൾക്കറിയാമായിരിക്കും, സുതിമോൾ എന്ന് പറയുന്ന ആ ചേച്ചി ഉണ്ടല്ലോ. ഈ സുതിമോൾ ചേച്ചിയുടെ കൂടെയാണ് ഞാൻ ഇവർ ആദ്യമായിട്ട് കാണുന്നത്. ഇവർക്ക് അതിന് മുന്നേ ചാനലൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഇവരെ പരിചയപ്പെടുന്നതും ഇവരുടെ വീഡിയോകളൊക്കെ കാണുന്നതും സുതിമോൾ ചേച്ചിയുടെ കൂടെ ഇവരെ കണ്ടതിന് ശേഷമാണ്. ഇവർ ഏകദേശം 1 മില്യൺ മേളിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലിൻ്റെ ഓണേഴ്സാണ്. പിന്നെ അവർക്ക് ഫേസ്ബുക്കിൽ പേജുണ്ട്, ഇൻസ്റ്റഗ്രാം പേജുണ്ട്. ഇതിനകത്ത് അവർ വീഡിയോസും ഫോട്ടോസൊക്കെ ഇടാറുണ്ട്. കഴിഞ്ഞ ദിവസം ഇവരുടെ ഒരു പോസ്റ്റ് ഞാൻ കണ്ടു. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: ഫേസ്ബുക്ക് ഇവനെ ജനിപ്പിച്ച ആളുടെ വകയാണെന്നാണ് ഇവൻ ഞങ്ങളോട് വിളിച്ച് പറയുന്നത്. മാത്രമല്ല, ഇവൻ ഉദ്ദേശിക്കുന്ന ഫോട്ടോ തന്നെ ഞങ്ങൾ ഇടുകയും വേണം. അതുമാത്രമല്ല, ഒരു സ്ത്രീയായി എന്നെ പൂര തെറി വിളിയും. സോഷ്യൽ മീഡിയയിൽ പെണ്ണുങ്ങളുടെ നമ്പർ എടുത്ത് തെറി വിളിക്കലാണ് ഇവൻ്റെ മെയിൻ പണി. ഇവൻ അയച്ച വോയിസ് റെക്കോർഡുകൾ എല്ലാം ഞങ്ങളെടുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി നാളെ ഒരു കേസ് ഫയൽ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ എന്ത് വീഡിയോ ഇടണം, എന്ത് ഫോട്ടോ ഇടണം എന്നെല്ലാം തീരുമാനിക്കുന്നത് ഞങ്ങളാണ്. ആരെയും ഞങ്ങൾ ഇതുവരെയും ഞങ്ങളുടെ ഫോട്ടോ കാണണം, വീഡിയോ കാണണം എന്ന് നിർബന്ധിച്ചിട്ടില്ല. ഇഷ്ടമുള്ളവർ കാണാം, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാം. ഇതാണ് ഇവരിട്ടേക്കുന്ന പോസ്റ്റ്. അതിൽ കൊടുത്തേക്കുന്ന ഫോട്ടോ എന്ന് പറയുന്നത് ഈ മഹാനുഭാവൻ്റെയാണ്. കണ്ടല്ലോ, ഇവൻ്റെ ഫോട്ടോയാണ്. ഇവനാണ് ഇവരെ തെറി വിളിച്ചേക്കുന്നത്. ഞാൻ ആ തെറി വിളി നിങ്ങളൊന്ന് കേൾപ്പിച്ചു തരാം. പച്ച തെറി എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ ചാനലിൽ ഇത് പ്ലേ ചെയ്യാൻ വിഷമമുണ്ട്. പക്ഷേ വേറെ നിവർത്തിയില്ല, അതുകൊണ്ടാണ് ഞാനിത് പ്ലേ ചെയ്യുന്നത്. കേട്ട് നോക്ക്. അവരതിനെ മര്യാദ കേട്ടോ. പൂറിവനെ തായവിളി നീ സാധനം എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാനിവിടെ ഏറെ നിൽക്കുന്നത് ചെങ്ങന്റെ പേര് നിൽക്കുക, സൈച്ചറിന്റെ അടുത്ത് നിൽക്കുക കേട്ടോ. ഊറിമനെ എല്ലായിടത്തും നിൽക്കട്ടോ. നീ കുറെ ഊമ്പണ്ട, നീ ചെവി നുള്ളിക്ക തായവിളി. കേട്ടല്ലോ, ഇത്രയും തെറി ഇയാൾ വിളിച്ചേക്കാണ്. ഇത് വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ട് പോയ സാധനമാണ്. ഇനി ഈ സജിച്ചേട്ടൻ എന്നൊരു പേരിടയ്ക്ക് പറയുന്നുണ്ട്. സജി ചെറിയാനാണ് ഉദ്ദേശിച്ചത് കേട്ടോ. സജി ചെറിയാൻ്റെ അടുത്ത ആളാണ്. സജിച്ചേട്ടൻ്റെ അടുത്ത് നിൽക്കുകയാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ സജി ചെറിയാൻ എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം വളരെ സൗമ്യമായിട്ട് സംസാരിക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ കണ്ടിട്ടുള്ള വീഡിയോകളെല്ലാം അങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ സംസാരം, സ്പീച്ച് കാര്യങ്ങളെല്ലാം അങ്ങനെയാണ്. ഇത്രയും മാരകമായിട്ട് തെറി വിളിക്കുന്ന ഒരു അനുയായി അദ്ദേഹത്തിനുണ്ടെന്നുള്ളത് നമുക്ക് ഇന്നത്തെ ഒരു പുതിയ അറിവാണ്. ഇവനൊക്കെ എന്താ ചെയ്യേണ്ടത്? എക്സ്പോസ് ചെയ്യണോ വേണ്ടിയോ? പച്ചയ്ക്ക് മുഖം പുറത്ത് കാണിക്കണോ വേണ്ടിയോ? അതിനുശേഷം ഇച്ചായൻ ഇവനെ അങ്ങോട്ട് വിളിച്ചു, കേസ് ഫയൽ ചെയ്യാൻ പോകുന്ന കാര്യം പറഞ്ഞു. അന്നേരം പറയുക, ഞാൻ അവളെ അല്ലല്ലോ വിളിച്ചത്, തന്നെയല്ലേ വിളിച്ചത്. എടോ, ഇവൻ്റെ പേര് വിപിൻ ദേവ് പുത്തൻകാവ് എന്നാണ്. എടോ വിപിനെ, തൻ്റെ വീട്ടിലോ തൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലോ വന്ന് അവരെന്തെങ്കിലും അനാവശ്യം പറയുകയോ അവരുടെ എന്തെങ്കിലും അനാവശ്യ പോസ്റ്റുകൾ ഇടുകയോ ചെയ്തിട്ടില്ല. അവരുടെ പ്രൊഫൈലിൽ പോലും ഇതുവരെയും ഒരു അനാവശ്യ കോണ്ടന്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക അനാവശ്യമായിട്ട് ന്യൂഡിറ്റി കാണിച്ചുള്ള ഫോട്ടോസ് ഇടുകയോ ഒന്നും അവർ ചെയ്തിട്ടില്ല. പിന്നെ താൻ എന്തിൻ്റെ പേരിലാണ് അവരെ തെറി പറഞ്ഞത്? അത് ഒരു സ്ത്രീയാണെന്ന് ഓർക്കണം. ഈ മൊബൈൽ നമ്പർ എവിടെ നിന്നാണ് കിട്ടിയത്?
ഇവർ കൊളാബിന് വേണ്ടി ഫേസ്ബുക്കിൽ ഇട്ടേക്കുന്ന നമ്പർ, പ്രൊമോഷന് വേണ്ടി ഇട്ടേക്കുന്ന നമ്പർ, അത് എടുത്ത് വെച്ചിട്ട് അവരെ ഇമാതിരി തോന്നിവാസം പറയാൻ ഇവർ ചോദിച്ച പോലെ എനിക്ക് ചോദിക്കേണ്ടി വരും. തൻ്റെ തന്തയുടെ വകയാണോ ഫേസ്ബുക്ക് എന്ന് ചോദിക്കേണ്ടി വരും. മനസ്സിലായില്ലേ? അപ്പോൾ ഇതുപോലുള്ള കുറേ അപരാധങ്ങളുണ്ട് സോഷ്യൽ മീഡിയക്കകത്ത്. ഇത് ഇവരിൽ തീരുന്നില്ല, ഇതുപോലെ ഇഷ്ടം പോലെയുണ്ട്. പല ആൾക്കാരുടെയും കമൻറ്റ് ബോക്സിൽ പോയിട്ട് ഇതുപോലെ അനാവശ്യങ്ങൾ എഴുതി വെക്കുന്നത്, അനാവശ്യങ്ങൾ വിളിച്ചു പറയുന്നത്. ചില ആൾക്കാരുടെയൊക്കെ കമൻറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് ഈ ചില ഓൺലൈൻ മീഡിയാസ് ഉണ്ടല്ലോ, അവർ പല നടിമാരുടെയും അവിടെ ഇവിടെയൊക്കെ കാണിച്ചുകൊണ്ടുള്ള ഫോട്ടോസ് പബ്ലിഷ് ചെയ്യും. ആ നടിമാർ പോലും ഇത് അറിയുന്നുണ്ടാവില്ല. അതിൻ്റെയൊക്കെ താഴെ വരുന്ന കമൻറ്റുകൾ കാണണം. അവരിത് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ പോയി എന്തെങ്കിലും കാണുകയും ചെയ്യും. അമ്മാതിരി തോന്നിവാസ കമൻറ്റുകളാണ് ഇവരുടെയൊക്കെ കമൻറ്റ് ബോക്സിൽ വരുന്നത്. ഞാൻ ഇച്ചായനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇവരെന്തായാലും കേസ് ഫയൽ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. സോ നിയമത്തിൻ്റെ വഴിക്ക് പോകണം. പക്ഷേ ഇവനെയൊക്കെ മുഖം പുറത്ത് വരണം. ഇനി ഇമാതിരി പണി ആരോടും ചെയ്യരുത്. ഒരാളെയും വിളിച്ചിട്ട് അനാവശ്യം പറയരുത്. കള്ളിൻ്റെ പുറത്തോ എന്തിൻ്റെ പുറത്തോ ആയിക്കോട്ടെ, മറ്റൊരു സ്ത്രീയെ വിളിച്ചിട്ട് ഇമാതിരി അനാവശ്യം പറയാൻ വേണ്ടത്. ഇവർക്ക് രണ്ടുപേരും കൂടെ ഒരു നമ്പറുണ്ട് കൊളാബിന് വേണ്ടി മാത്രമായിട്ട്. ബാക്കി അവരുടെ പേഴ്സണൽ നമ്പേഴ്സും ഉണ്ട്. ഈ നമ്പർ ആ ചേച്ചി എടുക്കാറുണ്ട്, ഇച്ചായൻ എടുക്കാറുണ്ട്. അപ്പോൾ ഇവൻ്റെ സംസാരം ഇച്ചായനെക്കുറിച്ചാണെങ്കിൽ പോലും അവരത് കേൾക്കുകയല്ലേ. അത് മാത്രമല്ല, ഇവൻ ഇമാതിരി തെറി പറയാൻ അവരെന്താ അതിനകത്ത് കാണിച്ചേക്കുന്നത്? അവരിട്ടത് ഈ ഫോട്ടോയാണ് ഇവനെ കൊണ്ട് സഹിക്കാത്തത്. ഇതിനകത്ത് എന്താണ് മോശമായിട്ടുള്ളത്? എന്തെങ്കിലും മോശമായിട്ടുണ്ടോ? ഇതിലും മോശമായിട്ട് ഡ്രസ്സ് ഇട്ട് വീഡിയോ ചെയ്യുന്ന അല്ലെങ്കിൽ ഫോട്ടോ ഇടുന്ന എത്രയോ ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ കമൻറ്റ് ബോക്സിൽ നീ പോയിട്ട് ഇമാതിരി തെറി പറയാറുണ്ടോ? കമൻറ്റ് ബോക്സിൽ പോയിട്ടോ അല്ലെങ്കിൽ അവരുടെയൊക്കെ വാട്സാപ്പ് നമ്പർ എടുത്തിട്ട് ഇമാതിരി തെറി പറയാറുണ്ടോ? അങ്ങനെയാണെങ്കിൽ മോന് വേറെന്തോ അസുഖമാണ്. അപ്പോൾ സോഷ്യൽ മീഡിയ എങ്ങനെ യൂസ് ചെയ്യണം? ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ അനാവശ്യമായിട്ട് അവർ തെറി പറയേണ്ട യാതൊരു ആവശ്യവും ഒരു അവകാശം നമുക്കില്ല. അത് ഈ വിപിൻ ദേവ് പുത്തൻകാവ് ഇനിയെങ്കിലും മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. ഇതൊരു വിപിൻ ദേവിൽ നിൽക്കുന്ന കാര്യമല്ല. ഒരുപാട് വിപിൻ ദേവുമാർ ഇതുപോലെ ഉണ്ട്. സോഷ്യൽ മീഡിയക്കകത്ത് കിടന്ന് തെറി വിളിച്ച് ആത്മനിർവൃതി അടയുന്ന വിപിൻ ദേവുമാർ. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു പാഠമാവട്ടെ ഈ ഒരു വിഷയം. പക്ഷെ എന്നാലും പഠിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയും ഇതുപോലുള്ള വിഷയങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.